ഞാൻ മാനസികമായി വൈകല്യമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ചില അനുഭവക്കുറിപ്പുകൾ പറയും. മാനസികമായി വൈകല്യമുണ്ടെന്ന് ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലും പറഞ്ഞതിൻ്റെ ഭാഗമായി കേരളമൊട്ടുക്കുള്ള പ്രത്യേകിച്ച് CPM സഖാക്കളുടെ പരിഹാസങ്ങളും ജീവിക്കാനുള്ള അവകാശത്തെ തടയുന്ന മനോഭാവവും കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമവും സങ്കടമൊന്നും വരില്ല. കാരണം ഞാൻ 10-30 വർഷം കൊണ്ട് ഇതിൻ്റെ വിഷമങ്ങളുടെ ഏറ്റവും വലിയ അറ്റം കണ്ട ഒരാളാണ്. അപ്പോൾ ഇവരോട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. കാരണം മാനസികമായി വൈകല്യമുള്ള ആളുകളായാലും ശാരീരികമായി വൈകല്യമുള്ള ആളായാലും അവരോട് സഹതാപമല്ല നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ കാണിക്കേണ്ടത് അവരോട് സാന്ത്വനവും സഹായവും കാരുണ്യമാണ് പ്രകടിപ്പിക്കേണ്ടത്. അതിന് പകരം കേരളത്തിൽ ഞാൻ എവിടെ പോയി ജോലി ചെയ്താലും അവിടെ എൻ്റെ തൊഴിലിന് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലാണ് പ്രത്യേകിച്ച് CPM സഖാക്കളുടെ ഒരു പ്രവർത്തന രീതി. CPM സഖാക്കളാണ് ഏറ്റവും കൂടുതൽ എന്നെ പരിഹസിക്കുന്നത്. വേറൊന്നല്ല, ഞാൻ CPMൽ നിന്ന് ജീവിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പ്രിൻറ്റിംഗ് പ്രസ്സിൽ ഒരു തൊഴിൽ പ്രിൻറ്റിംഗ് പ്രസ്സിൽ വർക്ക് ലഭിക്കാനും ഓട്ടോറിക്ഷയിൽ കുന്നംകുളം ടൗണിലൊരു സ്റ്റിക്കർ കിട്ടാനും വേണ്ടി പല തവണ പാർട്ടി ഓഫീസിൽ നിറങ്ങിയിട്ടുണ്ട്. 1-2 കൊല്ലം പിന്നാലെ നടന്നിട്ട് അവരെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞാൽ കിട്ടുന്ന ഒരു സാധനം. മുനിസിപ്പാലിറ്റിയും കേരളവും ഒക്കെ ഭരിക്കുന്നത് അവരാണല്ലോ. വെറുതെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ ആ പാവം വട്ടനാണ് എന്ന് പറഞ്ഞിട്ടെങ്കിലും ഒരു സ്റ്റിക്കർ എടുത്ത് തരാമായിരുന്നു. അതിൻ്റെ ഭാഗമായി എൻ്റെ അറിവിൽ വെച്ചിട്ട് CPMനെ ഞാൻ കടുത്ത ഭാഷയിൽ, അശ്ലീല ഭാഷയിൽ, തെറി ഭാഷയിൽ വിമർശിച്ചു. കൂടാതെ കേരളത്തിലെ യുവാക്കൾക്ക് വിവാഹം കഴിക്കാൻ പറ്റാത്ത വിഷമത്തെക്കുറിച്ചിട്ട് ഫേസ്ബുക്കിൽ എഴുതി. അതിന് എന്നെ പിന്നിൽ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയം ഉണ്ടെന്ന് പറഞ്ഞു. പെൺകുട്ടികളെ അമിത സ്വാതന്ത്ര്യവും അമിത പരിഗണനയും കൊടുത്ത് ആൺകുട്ടികളെ അല്ലെങ്കിൽ യുവാക്കളെ 2ാം കിട 3ാം കിട 4ാം കിട പൗരനാക്കുന്നതിനെ കുറിച്ച് ശക്തമായ ഭാഷയിൽ പ്രതികരിച്ചു. ഇതൊന്നും CPMമാർക്ക് ഇഷ്ടപ്പെടുന്നൊരു സംഭവമല്ലായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എവിടെ തൊഴിൽ പോയാലും അവിടെ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലാണ് CPM എന്നോട് പ്രതികരിച്ചിട്ടുള്ളത്. കുന്നംകുളം ടൗണിൽ പോയാലും തൃശ്ശൂർ ടൗണിൽ പോയാലും ഈ കേരളത്തിൽ ടൗണായാലും ഗ്രാമങ്ങളിലായാലും എവിടെ പോയാലും അവരെന്നോട് ശത്രുത പ്രഖ്യാപിക്കും. എനിക്കൊരു കുടുംബമുണ്ട്, 3 കുട്ടികളുണ്ട്, ഭാര്യയുണ്ട്, 3 വയസ്സായവരുണ്ട്. അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട്. ഒരേ ഒരു മകനിലേക്ക് എത്ര വഴക്ക് കൂടിയാലും അച്ഛനെയും അമ്മയെയും ഒരു വയ്യാത്ത ഒരു അമ്മായിനെ സംരക്ഷിക്കേണ്ട ബാധ്യത ഉണ്ട്. 3 കുട്ടികളെ പഠിപ്പിക്കണം, അവരുടെ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു ബാധ്യത എനിക്കുണ്ട്. ഒരു ഭാര്യ എന്നുള്ളതൊക്കെ അവൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം. ഇപ്പോൾ ഭാര്യ പണിയെടുത്തിട്ട് എനിക്ക് ജീവിക്കേണ്ട അവസ്ഥയിലാക്കി തന്നു ഈ CPM സഖാക്കൾ. അതിനെതിരെ ശക്തമായി പ്രതികരിച്ചപ്പോൾ അവർ എന്നെ കേരളം ഒട്ടാകെ ബ്ലോക്കാക്കുകയാണ്. ഞാൻ എവിടെ പോയിട്ട് ഇനി പണിക്ക് പോയി അവിടെ ഉള്ള പണി കളയും. കാരണം എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ഇപ്പോൾ അടുത്തിടെ ലേഡീസ് ഹോസ്റ്റലിൽ സെക്യൂരിറ്റി ആയിട്ട് പോയിട്ട് അവിടെ പണി കളഞ്ഞതിൻ്റെ പിന്നിൽ ആ സ്ത്രീയുടെ രാഷ്ട്രീയം എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ റോഡിലേക്ക് നോക്കിയിരിക്കുമ്പോൾ ഒട്ടുമിക്ക സഖാക്കളും എന്നോട് ശത്രുത മനോഭാവത്തിലാണ് എന്നോട് പെരുമാറുന്നത്. സഖാക്കൾ ഈ റോഡിലൂടെ പോകുമ്പോൾ മുഖത്തേക്ക് തുപ്പും. ഞാൻ പറയുന്നത് മുഖത്തേക്ക് തുപ്പണ്ട, എൻ്റെ കൈവെള്ളയിലേക്ക് തുപ്പ്. ഞാൻ കൈ കാണിച്ചു കൊടുക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയധികം അനുഭവിക്കേണ്ടി വന്നത് എൻ്റെ അച്ഛൻ കാറില്ല.
ഈ ലോകത്ത് CPM-മാരല്ല, ഏത് രാഷ്ട്രീയക്കാരല്ല, ഈ ലോകത്ത് ആര് സപ്പോർട്ടില്ലെങ്കിലും എൻ്റെ അച്ഛൻ മാത്രം സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ ദുഷിച്ച ജീവിതം അനുഭവിക്കേണ്ടി വന്നിരുന്നില്ല, പരിഹാസം നിറഞ്ഞൊരു ജീവിതം അനുഭവിക്കേണ്ടി വന്നില്ല, എൻ്റെ കച്ചവടം തകർന്ന് തരിപ്പണമാകുമായിരുന്നില്ല. കാരണം അത്രയധികം എനിക്ക് എൻ്റെ സ്ഥാപനം വിജയിപ്പിക്കാനുള്ള സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണ്. 3 കഷ്ണം പീസായിട്ട് ഏകദേശം 80 ലക്ഷം, 1 കോടി രൂപയുടെ ഭൂസ്വത്തുള്ള ആളാണ് ദാരിദ്ര്യം പറഞ്ഞു നടക്കേണ്ടി വരുന്നത്. ഒരു ചായ കുടിക്കാൻ, ബീഡി വലിക്കുന്ന അത്ര നല്ലതല്ല, ആരോഗ്യത്തിന് ഹാനികരമാണ്. ആ ബീഡി മേടിക്കാൻ പോലും എൻ്റെ ഭാര്യയുടെ കൈ നീട്ടേണ്ട അവസ്ഥ. ഇന്ന് ഈ ദുരവസ്ഥ ഏറ്റവും പുരുഷന്മാർ കുറച്ചധികം ഇടതുപക്ഷ ഭരണത്തിൻ്റെ കീഴിൽ അനുഭവിക്കുന്നുണ്ട്. സ്ത്രീകളെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുകയും പുരുഷന്മാരെ പിന്നോട്ട് നയിക്കുന്ന നിലപാടും സ്ത്രീകളെ അതിദൂരം മുന്നോട്ട് നയിക്കുന്ന നിലപാടാണ് CPM എന്ന പാർട്ടിയുടെ ഞാൻ കാണുന്നത്. അതുകൊണ്ട് എൻ്റെ അടുത്ത് വല്ലാണ്ട് ബ്ലോക്ക് ചെയ്യാൻ നിൽക്കണ്ട. ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ വണ്ടി വേണമെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചോട്ടും. അത്ര പോലും ദുഷിച്ച ചിന്താഗതിയായിട്ടാണ് കേരളത്തിലെ CPM സഖാക്കൾ എനിക്ക് നേരെ എതിർക്കപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഇത്ര കാലം സത്യവും ധർമ്മവും നീതിയും ആയിട്ട് മുന്നോട്ട് പോയതാണ് എൻ്റെ തെറ്റ്. ഇത്രയും ഇല്ലാത്ത ഞാൻ എൻ്റെ നാവ് കൊണ്ടും എൻ്റെ ബുദ്ധി കൊണ്ടും ശരീരം കൊണ്ടും ഇല്ലാത്ത പണം കൊണ്ടും മറ്റുള്ളവരെ സഹായിച്ചിട്ടും കൂടെ നിന്നതാണോ ഞാൻ മറ്റുള്ളവരുടെ ശത്രുതയാക്കിയിട്ടുള്ളത്? എന്നെ പട്ടാപകൽ കൂട്ടം കൂടിയിട്ട് ഒരു മാനസിക രോഗിയും പട്ടികജാതിയായ ഒരു യുവാവിനെ തല്ലി നറുനാശാക്കുമ്പോൾ ചോദിക്കാൻ എൻ്റെ വീട്ടിലെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ ഭാര്യയ്ക്കും പോലും കഴിയില്ല. ഈ പാർട്ടി എന്ന് പറയുന്ന ആളുകൾക്കും കഴിയില്ല. ഒരാൾ പോലും സുഗതനെ ആക്രമിക്കുന്ന കാര്യത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അതൊരു പാവല്ലേ, അവനൊരു മാനസിക രോഗിയല്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായിട്ടില്ല. ഞാൻ അപമാനത്തിൻ്റെ തീച്ചുളയിൽ വെന്തുരുകിയതാ. പണ്ട് കേട്ടിട്ടില്ലേ? ഞാൻ ഏറ്റവും ആദ്യം കേട്ട കേരളവർമ്മ കോളേജിൽ പോയിട്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുത്തുരാജിൽ നിന്ന് കേട്ട വാക്കാണ്. ആദ്യത്തെ ഒരു SFIയുടെ അല്ലെങ്കിൽ സഖാക്കളുടെ ഒരു വാക്കാണ്, തീയിൽ കുരുത്തവൻ വെയിലേറ്റ് പാടില്ല. അതുപോലെ സുഗതൻ വെന്തുരുകിയതാണ്. സുഗതനെ കൊന്നാൽ പോലും സുഗതൻ്റെ ആ നല്ല നിലപാടിൽ നിന്നും, സ്നേഹത്തിൻ്റെ നിലപാടിൽ നിന്നും, സത്യത്തിൻ്റെ നിലപാടിൽ നിന്നും, ധർമ്മത്തിൻ്റെ നീതിയുടെ നിലപാടിൽ നിന്നും മാറാൻ പോകില്ല. അത് സ്വപ്നം കണ്ടിട്ട് ഒരാളും എന്നെ എതിർക്കണ്ട. എൻ്റെ വണ്ടി കഴിച്ചിട്ടാലും ഇനിയിപ്പോൾ എൻ്റെ എല്ലാവിധ തൊഴിൽ മുടക്കിയാലും ഞാൻ മരിക്കും വരെ ജയിക്കും. ആത്മഹത്യ ചെയ്യാൻ പോകില്ല. നിങ്ങളെ പരിഹാസം ഏറ്റുവാങ്ങാൻ തന്നെ എൻ്റെ തീരുമാനം. സഖാക്കളുടെ ആയാലും വീട്ടിൽ കേരളത്തിലെ 95% പേരും എന്നെ പരിഹസിച്ചാലും എനിക്കൊരു സങ്കടവും വരാൻ പോകില്ല. കാരണം 10-30 വർഷമായിട്ട് അനുഭവിച്ച ഈ പരിഹാസം ഇന്നും ഇന്നലെ ശക്തമാക്കി കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തളരും. അത് തളർന്നിട്ട് ഡിപ്രഷൻ വന്നിട്ടോ വിഷമം വന്നിട്ടോ പോയിട്ട് കെൻറ്റിലാട് അല്ലെങ്കിൽ ട്രെയിനിന് തലവെക്കുന്നു വിചാരിച്ചിട്ട് ആരും സ്വപ്നം കാണണ്ട. അല്ലെങ്കിൽ വിഷക്കുപ്പി എടുത്തിട്ട് വായിൽ കമത്തുന്ന ആരും വിചാരിക്കണ്ട. സുഗതൻ പോരാടി ജീവിക്കാൻ തന്നെ തീരുമാനം. കൊല്ലുകയാണെങ്കിൽ ഒരു പ്രാവശ്യം ആർക്കായാലും കൊല്ലാൻ പറ്റുള്ളൂ. സഖാക്കൾക്കായാലും ജനങ്ങൾക്കായാലും തല്ലിക്കൊല്ലുകയാണെങ്കിൽ പോലും ഏത് തരത്തിൽ വെട്ടിക്കൊല്ലുകയാണെങ്കിലും ഒരു പ്രാവശ്യം ഒരാളെ കൊല്ലാൻ പറ്റുള്ളൂ. ഒന്നിലധികം തവണ കൊല്ലാൻ പറ്റില്ലല്ലോ. ഞാൻ ജീവിക്കുന്ന ഒരു രക്തസാക്ഷിയാണ്. എനിക്ക് എൻ്റെ കുടുംബം നോക്കണം. അതുപോലെ എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന മാനസിക രോഗികളെയും ശാരീരികമായിട്ട് ഉള്ള രോഗികളെയും വികലാംഗരെയും സഹായിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം 10-30 വർഷം മാനസികമായ വിഷമത്തിലൂടെ കടന്നു പോകുമ്പോൾ പാവപ്പെട്ടവരെയും രോഗികളെയും അനാഥരെയും കണ്ടില്ല എന്ന് നടിക്കാൻ ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. കാരണം ഞാൻ ദുരിതത്തിൻ്റെ കയങ്ങളിലാണ് ജീവിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് പാവപ്പെട്ടവരെ സഹായിക്കണം. സത്യം പറയാം, മദർ തെരേസ പോലെ പാവങ്ങളുടെ അച്ഛനാവാനാണ് ആഗ്രഹം. പാവങ്ങളുടെ അച്ഛനാവാൻ. പാവങ്ങളുടെ അമ്മ മദർ തെരേസ ആണെങ്കിൽ പാവങ്ങളുടെ അച്ഛനായിട്ട് സുഗതന് മാറണം എന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം.
അതിന് സ്വന്തം ബിസിനസ് കൊണ്ട് പൈസ ഉണ്ടാക്കിയിട്ട് അത് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. മറ്റുള്ളവരിൽ നിന്ന് പണം വാങ്ങിയിട്ടല്ലോ. എനിക്ക് ഒരുപാട് ബിസിനസ്സുണ്ട്. പ്രിൻറ്റിംഗ് പ്രസ്സുണ്ട്, ഓട്ടോറിക്ഷ ഉണ്ട്, വീട്ടിലേക്ക് സാധനങ്ങൾ വേണ്ടിയിട്ട് വി ഹെൽപ്പ്, 3 ഇൻഷുറൻസ് ഏജൻസി, ഹോം ലോൺ ഏജൻസി, അങ്ങനെ പല പല ബിസിനസ്സുകളുണ്ട്. എന്ത് ബിസിനസ് ചെയ്തിട്ടായാലും, അൺലീഗൽ അല്ലാത്ത ലീഗലായ എന്ത് ബിസിനസ് ചെയ്തിട്ടായാലും പാവങ്ങളുടെയും രോഗികളുടെയും അനാഥരുടെയും വികലാംഗരുടെയും മാനസികമായും ശാരീരികമായും വികലാംഗത്വം അനുഭവിക്കുന്നവർക്ക് ഒരു കൈത്താങ്ങായിട്ട് ഒരു തണലായിട്ട് ജീവിക്കണം എന്നാണ് സുഗതൻ്റെ ആഗ്രഹം. അതിന് തടസ്സം നിന്നിട്ട് എന്നെ കൊല്ലാനോ രക്തസാക്ഷിയാക്കാനോ ആണോ തീരുമാനമെങ്കിൽ, അല്ലെങ്കിൽ ബലിദാനിയാക്കാനാണ് തീരുമാനമെങ്കിൽ അതിന് ഞാൻ എല്ലാം കൊണ്ടും സന്തോഷത്തോടെ തയ്യാറാണ്. കാരണം 10-30 കൊല്ലമായിട്ട് 1000 തവണ അല്ല, 10,000 തവണ അല്ല, 1,00,000 തവണ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു വ്യക്തിയാണ് സുഗതൻ. അതുകൊണ്ട് ആർക്കും എന്നെ മരണഭയം നൽകിയിട്ടോ ഏത് തരത്തിലുള്ള ഭയം നൽകിയിട്ടോ എന്നെ ഭീഷണിപ്പെടുത്താമെന്നോ എന്നെ ഡിപ്രഷനിലേക്ക് വീണ്ടും കൊണ്ടുവരാമെന്നോ സ്വപ്നത്തിൽ നിങ്ങൾ വിചാരിക്കണ്ട. മനസ്സിലായോ? കൊല്ലുകയാണെങ്കിൽ കൊന്നോളൂ. എനിക്കതിൽ ധൈര്യത്തോട് കൂടിയിട്ട് ഞാനതിന് തയ്യാറാവും. കാരണം കൊന്നു കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്കെങ്കിലും സഹായം കിട്ടില്ല. നിങ്ങൾ രക്തസാക്ഷിയുടെ ഫണ്ട് പിരിച്ചിട്ട് എൻ്റെ കുട്ടികൾക്കും കുടുംബത്തിനും പൈസ സഹായിക്കുമല്ലോ. അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മറ്റേ ഊരാളിയുടെ ഒരു പാട്ടുണ്ട്, ചാക്കാല എന്ന് പറഞ്ഞിട്ട്. അത് ജീവിച്ചിരിക്കുമ്പോൾ ഒരു വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് സഹായം ചെയ്യില്ല. മരിച്ചു കഴിഞ്ഞാൽ ആകെ സങ്കടം പറച്ചിലും നന്മ പറച്ചിലും, ഇത്ര നല്ല വ്യക്തി ഉണ്ടായിരുന്നില്ല, അത് എത്ര വിടക്കിട്ടവന് മരിച്ചു കഴിഞ്ഞാൽ നല്ല വ്യക്തിയാണ്. അതുപോലെയാണ് ഈ ജീവിതത്തിൽ പോരാടിയിട്ട് ഞാൻ എത്ര കാലം ജീവിച്ചത്. ഒരുപാട് എൻ്റെ ജീവിതം തന്നെ ഒരു സമരമാണ്, എന്നോട് തന്നെയുള്ള സമരം, മറ്റുള്ളവരോടല്ല. എനിക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്നോട് തന്നെ സമരം ചെയ്ത് അതിൽ ആ സമരത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളാണ്. ആ സമരത്തിൽ പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ പരാജയങ്ങൾ ഓരോന്നും 30 കൊല്ലം ഓരോ നിമിഷങ്ങളുണ്ടായിട്ടുള്ള പരാജയങ്ങൾ എനിക്ക് പാടാം. ആ പരാജയങ്ങളും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കും, പുസ്തകം വായിക്കും, അല്ലെങ്കിൽ അറിവ് ശേഖരിക്കും. ആ ഞാൻ നേടിയ അറിവിലൂടെയാണ് ഇത്രയും വലിയ കടമ്പ ഞാൻ കടന്നു പോയത്. എന്നെ തളർത്താമെന്നും ആരും വിചാരിക്കണ്ട. മാനസികമായിട്ടും ശാരീരികമായിട്ടും തളർത്താം എന്നുള്ള വ്യാമോഹം ആർക്കും വേണ്ട. ഞാൻ വീണ്ടും പറയുന്നു, ഇന്നും എനിക്ക് സ്നേഹം ഒരു സഖാവാനാണ്. ഞാൻ ഒരു സഖാവായിട്ടാണ് പെറ്റ് വീണത്. അച്ഛനും അമ്മയും നല്ല സഖാവാണ്. ഏറ്റവും ചെറുപ്പത്തിൽ മലകുടിക്ക് മാറാത്ത പ്രായത്തിൽ ഈ കുന്നംകുളം ജവഹർ സ്ക്വയറിൽ EMS വരുന്ന കാണാൻ വേണ്ടിയിട്ട് ആ വിൽക്കുന്ന പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് സാംബശിവൻ്റെ കഥാപ്രസംഗം കേട്ട അന്ന് എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ പാർട്ടി ജയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടി ലോറിയിൽ ഓടിക്കയറിയിട്ട് ജയ് വിളിച്ച ആളാണ്. എന്നിട്ട് വീട്ടിൽ പോയി അടി കിട്ടുമെന്ന് പറഞ്ഞിട്ട് സഖാക്കളോട് പറഞ്ഞു എന്നെ വീട്ടിൽ നിന്ന് അടി കിട്ടാതെ നോക്കണമെന്ന്. അങ്ങനെ കുട്ടി കയറിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് അച്ഛൻ അടിച്ചില്ല ഈ കാര്യമായി അർത്ഥം. അല്ലെങ്കിൽ പറയാതെ പോയി എന്നെ അടിക്കും. കാരണം അച്ഛനും അമ്മയും എന്നെ അന്വേഷിക്കാത്ത സ്ഥലമല്ലേ. ചൊവ്വന്നൂർ പഞ്ചായത്തിൽ 11ാം വാർഡാണ്ടായിരുന്നു തോന്നുന്നു. അന്നത്തെ കാലത്ത് എത്രയോ ചെറുപ്പത്തിലാണെന്നറിയുമോ. അന്നത്തെ കാലത്ത് ഒരു പാർട്ടിയുടെ ഒരു സഖാവ് ജയിച്ചപ്പോൾ ഞാൻ പിന്നെ അന്ന് മുതൽ കുന്നംകുളം ബോയ്സ് സ്കൂളിലും കേരള ഓർമ്മയിലും ഈ അടുത്ത കാലം വരെ CPM സഖാവായിരുന്നു. മാനസിക രോഗി ആയതുകൊണ്ട് എൻ്റെ പരാതികൾ കേൾക്കാൻ കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമയമില്ല, കുന്നംകുളത്തെ കമ്മീഷണർ ഓഫീസിന് സമയമില്ല. എൻ്റെ അച്ഛൻ അമിതമായി മദ്യപാനം നടത്തിയിട്ട് ശക്തമായ മാനസിക പഠനം എൻ്റെ അമ്മയ്ക്കും എനിക്കും എൻ്റെ കുട്ടികൾക്കും ഭാര്യയ്ക്കും നൽകുമ്പോൾ അത് ചോദ്യം ചെയ്യാനോ അതിനെതിരെ നടപടിയെടുക്കാനോ കുന്നംകുളം പോലീസിന് യാതൊരു നേരമില്ല. ആ പോലീസിന് നേരം ഉണ്ടാവണമെങ്കിൽ CPM വിളിച്ചു പറയണം. ഇന്ന് CPM അല്ലാത്ത ഒരാളിന് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിലോ നീതി ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര പോലും സഖാക്കൾ ഒരു ഭീഷണിയുടെ സ്വഭാവത്തിലൂടെയാണ് കേരളം ഭരിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിന് അധികാരം ലഭിക്കാൻ വേണ്ടിയിട്ട് എന്ത് തെമ്മാടിത്തരം ചെയ്തിട്ടാണെങ്കിലും
ആരെ കൊന്നിട്ടായാലും അധികാരം നേടണമെന്നാണ് CPM-ൻ്റെ ഒരു സ്വഭാവ രീതി മുന്നോട്ട് പോകുന്നത്. അതല്ല വേണ്ടത്. ജനങ്ങൾക്ക് സഹായം ചെയ്യുക, ജനങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. ഓരോ കുടുംബത്തിനും ഫിനാൻഷ്യൽ ഫ്രീഡം, ഓരോ കുടുംബത്തിനും ഓരോ വ്യക്തിക്കും ഫിനാൻഷ്യൽ ഫ്രീഡം, അതായത് സാമ്പത്തിക സ്വാതന്ത്ര്യം ഉണ്ടാക്കുന്ന തരത്തിൽ തൊഴിൽ വികസിപ്പിക്കാം. ഇവിടെ തൊഴിൽ നൽകുന്നില്ല. ഇത് പഠിച്ച ഒരു വിഷയത്തിന് ജോലി ലഭിക്കാനും അതിനൊരു മാന്യമായ ശമ്പളം കിട്ടണമെങ്കിൽ കേരളത്തിന് പുറത്ത് വേണം. ഇവിടെ ഒരു IT പാർക്ക് ആക്കാം. കേരളത്തിൽ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ഫാക്ടറികൾ ഉണ്ടാക്കുക. പല പല മേഖലയിൽ ഇവിടെ തൊഴിലുണ്ടാക്കാം. ഈ കേരളത്തിൽ പഠിച്ച ഉന്നത വിദ്യാഭ്യാസം നേടിയ യുവാക്കൾ മുഴുവൻ അന്യ സംസ്ഥാനങ്ങളിലും വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് കേരളത്തിൽ ജീവിച്ചു പോണത്. അവരുടെ കുടുംബങ്ങളും ജീവിച്ചു പോണത്. എല്ലാ കുട്ടികളും യൂറോപ്യൻ കൺട്രിയിലേക്ക് തൊഴിൽ തേടി പോവുക. ഇതിൽ നിന്നും മാറ്റം വരുത്താനല്ല ശ്രമിക്കണം. ആ മാറ്റം വരുത്തിയിട്ട് ജനങ്ങൾ ഇഷ്ടത്തോടു കൂടിയിട്ട് ഇടതുപക്ഷത്തെ കയറണം. അതിന് പകരം ഭീഷണിപ്പെടുത്തിയിട്ട് കേരളത്തിലെ ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് വോട്ട് നേടുകയല്ല വേണ്ടത്. അത് തികച്ചും തെറ്റായ നിലപാടാണ്. ഞാനൊരു സഖാവ് എന്ന നിലയ്ക്കാണത് പറയുന്നത്. കാരണം സഖാക്കളുടെ രീതിയും കമ്മ്യൂണിസം, ലെനിനിസം, മാർക്സിസം ഒക്കെ ഒരുപാട് വായിച്ച കാര്യം കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇത്തരം CPM-ൻ്റെ നിലപാടുകൾ തെറ്റാണ്.